വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങളുടെ സ്വന്തം വസിഞ്ചാബിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് ഞാൻ സൈക്കിൾ ചവിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. അപ്പോൾ ഞാൻ കാറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്നാക്സ് ആണ്, അടിപൊളി സ്നാക്സ് ആണ്. ഹലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കായ്പോള ഉന്നക്കായ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ട് 5 ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കായ്പോളയ്ക്ക് വേണ്ടിയിട്ട് 5 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു 4 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കായ്പോളയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ ഊറ്റിയിട്ട് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. 3/4 ഭാഗത്തോളം ഏത്തപ്പഴം ഇട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മളെ കയ്യിൽ എന്താ കശുവണ്ടി ഉണ്ടെങ്കിൽ ഉള്ള നട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി കിസ്മിസ് മാത്രം ഉണ്ടായില്ല. അപ്പോൾ അതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നന്നായി വഴറ്റി എടുക്കണം കേട്ടോ. ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ പുറത്ത് വരണം. അപ്പോൾ ഇതാ വന്നതിന് ശേഷം ഒരു 3 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ അതങ്ങനെ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള പഴം വാട്ടുകയാണ്. ഉന്നക്കായ ശരിക്കും പഴം പുഴുങ്ങിയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ അപ്പോൾ ഇവിടെ പഴം വാട്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും ഒരു 1/2 കപ്പോളം തേങ്ങ ചെറിയതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം വാട്ടിയത് ഇടണത്. പഴം വാട്ടിയതിട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി ഉടയണം കേട്ടോ. അപ്പോൾ നന്നായി ഉടച്ചെടുത്താലാണ് അതിൻ്റെ ഷേപ്പ് ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ കയ്യിലോണ്ട് നമുക്ക് നന്നായി ഉടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഉന്നക്കായൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിന് ശേഷം കുറച്ച് അരിപ്പൊടിയിലിട്ടിട്ട് മുകളിലൊന്ന് കോട്ടിങ് കൊടുത്തതിൻ്റെ ശേഷമാണ് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായ ഫ്രൈ ചെയ്ത് കോരുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി കായ്പോളയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയും പഴം വാട്ടിയത് കിസ്മിസൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വേവണം. അതിന് ശേഷം ഒരു പാത്രം വെച്ച് മറിച്ചിട്ടാൽ മതി കേട്ടോ. മറിച്ചിട്ടിട്ടും ഒരു 3 മിനിറ്റ് വെന്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അടിപൊളി കായ്പോള ഉന്നക്കായ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.